ചത്താപ്പച്ച അങ്ങനെ ചത്താപ്പച്ച റിലീസായിരിക്കുന്നു. നമ്മുടെ മമ്മൂക്ക അഴിഞ്ഞാടി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം പടത്തിൽ മമ്മൂക്ക വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രത്തിലാണ് എത്തിയത്. റെസ്ലിംഗ് തീമിലിറങ്ങുന്ന ഒരു സിനിമയായതുകൊണ്ടും കുട്ടികളുടെ ഇടയിലാണേലും മുതിർന്നവരുടെ ഇടയിലാണേലും ഒക്കെ ഒരു ഭയങ്കര സ്വാധീനം പുലർത്തുന്ന ഒരു സിനിമയായിട്ട് ചത്താപ്പച്ച മാറും. കാരണം WWE നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ആണേലും ഭയങ്കര ഒരു ആവേശത്തിലാണ്. ഡെയിലി WWE കാണാത്തൊരു ദിവസമില്ലായിരുന്നു. അതിൻ്റെ മെയിൻ ഇവൻറ്റ്സ് ആയാലും വ്യാഴാഴ്ചയാണ്. അന്നൊക്കെ വ്യാഴാഴ്ചയാണ് 4 മണിക്ക് റോ. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി TV-യുടെ മുമ്പിൽ ഇരുന്ന് 7 മണി വരെ റോ കാണുമായിരുന്നു. അതുപോലെ വെള്ളിയാഴ്ച സ്മാക്ക് ഡൗൺ. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ഇപ്പം അത്രയൊരു ഓളം നമുക്ക് തോന്നില്ല. അപ്പം എന്തായാലും WWE കാണാത്തവരായിട്ട് ഈ ലോകത്താരും കാണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഉണ്ടായിരിക്കാം, എന്നാലും ഭൂരിഭാഗം പേരും WWE കൊച്ചിലേക്ക് കണ്ട് ആ ഒരു സ്കൂളിലാണേലും ഒക്കെ ഇടിയിട്ടും ഒക്കെ വന്ന. അപ്പം WWE ഒരു മെയിൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തലവൻ എന്ന് തന്നെ നമുക്ക് പറയാം, ദി അണ്ടർടേക്കർ. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ അണ്ടർടേക്കറിനെ കാണുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു. പ്രേതമാണോ, അല്ലെങ്കിൽ പുള്ളി അതിനകത്തെ ആ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അനിയൻ കെയിൻ കൊന്നിട്ട് പുള്ളി തിരിച്ച് വന്നതെന്നൊക്കെയുള്ള, മരണത്തിനെ അതിജീവിച്ച് തിരിച്ചു വന്നവൻ എന്നൊക്കെയാണ് ദാറ്റ് മാൻ അണ്ടർടേക്കർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പുള്ളിയുടെ പഴയ കാലത്തെ ഒരു മാനർസം അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സ്റ്റൈലൊക്കെ അനുയോജ്യമായാണ് നമ്മുടെ മമ്മൂക്ക വാൾട്ടറായിട്ട് ലുക്കും ആ ബുള്ളറ്റിലുള്ള ഇതൊക്കെ വന്നത്. അപ്പം എന്തായാലും മമ്മൂക്കയുടെ ലുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു റെസ്ലിംഗ് തീമിൽ അല്ലെങ്കിൽ കണ്ടന്റിൽ ഇറങ്ങിയ സിനിമ ആയതുകൊണ്ട് ഒരു WWE ടച്ചൊക്കെ ഉണ്ടായിരുന്നു. ടച്ച് ഉണ്ടെന്ന് അവർ പറഞ്ഞാണ് ഏകദേശം. അപ്പം അതിനകത്ത് നമുക്ക് ഈ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു അത് അണ്ടർടേക്കർ ആയിരിക്കുന്നു. അപ്പം പിള്ളേരുടെ ഇടയിലാണേലും ഒക്കെ ഭയങ്കര ഒരു ആവേശം പുലർത്തുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ചത്താപ്പച്ച. അപ്പം തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അപ്പം എന്തായാലും മമ്മൂക്കയുടെ ഒരു കിടിലൻ ക്യാമിയോ റോൾ തന്നെയാണ് ചത്താപ്പച്ചയെ തിയേറ്ററൊക്കെ കത്തിച്ചെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം എന്തായാലും ഒരു WWE മെയിൻ ഇവൻറ്റ് കാണുന്ന പോലെ തന്നെ നമുക്ക് ചത്താപ്പച്ച പോയിരുന്ന് കാണാം. കിടിലൻ പടമാണ്. അപ്പം പല നെഗറ്റീവുകളും പടത്തിനെ പറ്റി വരുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ വക വെക്കണ്ട. എല്ലാ പടങ്ങൾക്കും ഉള്ളതാണ് നെഗറ്റീവ് ഇല്ലാതെ ഒന്നുമില്ലല്ലോ. എന്തായാലും ഇപ്പം സിനിമയാണേലും ജീവിതമാണേലും എല്ലാം ആണേലും നെഗറ്റീവ് ഇല്ലാത്ത ഒരു ഇതുമില്ല. അപ്പം എന്തായാലും തിയേറ്ററിൽ പോയി കാണുക, ആസ്വദിക്കുക. അപ്പം എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചത്താപ്പച്ചയുടെ അപ്ഡേറ്റ്സൊക്കെ നമ്മൾ അതായത് സമയത്ത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിനും വരെ ബൈ.